എല്ലാ കാലഘട്ടത്തിലും പല കാര്യങ്ങളും നമ്മൾ കേട്ടില്ല, ഈ ഡിജിറ്റൽ ഇന്റർനാഷണൽ ഫ്രോഡുകൾക്ക് ഒരു പ്രത്യേക സ്റ്റൈലാണ് അവരുടെ ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുക. അതുകൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ സ്വർണ്ണക്കടത്ത് കേസിൽ നമ്മൾ കേട്ടത്, ആദ്യമായിട്ടാണ് നമ്മൾ അതിനകത്ത് കേട്ടത്, നമ്മൾ അവിടെ നിന്ന് വരുന്ന എന്താ പറയുക, ഈത്തപ്പഴത്തിൻ്റെ കുരുവിനകത്ത് സ്വർണം കടത്തി എന്നുള്ള ആരോപണം നമ്മൾ കേട്ടു. ഖുറാനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ കേട്ടു. അപ്പോൾ ഇന്റർനാഷണൽ ഫ്രോഡുകൾ എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള ഫ്രോഡ് പണികൾ ചെയ്യുമ്പോഴും പിണറായി വിജയൻ ഇങ്ങനെ വാമൊഴി വഴക്കം പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കണം, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ആ പിടിയിലേക്ക് കൊണ്ടുവരാൻ SFI വന്നിരിക്കുകയാണ്. കാരണം SFIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ന് കോടതി തന്നെ കൃത്യമായി പറഞ്ഞല്ലോ, ഇവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ROCയുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് സമാന്തരമായ മറ്റൊരു അന്വേഷണം വേണോ? അപ്പോൾ തന്നെ കൃത്യമായി ROCയാണ് കൃത്യത്തിൽ ROCയുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് റിപ്പോർട്ട് ചെയ്യുന്നു. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഒരു അപ്പലന്റ് അതോറിറ്റി അത് പരിശോധിക്കുന്നു. അപ്പലന്റ് അതോറിറ്റി പരിശോധിച്ചതിന് ശേഷമാണ് SFIക്ക് ഇത് കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നത്തെ കോടതി വിധിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നത് SFI എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ കൃത്യമാണ്. വീണ വിജയന് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് SFI ചോദിക്കുന്ന എവിഡൻസ് കൊടുക്കണം. എന്തിനാണ് വീണ വിജയൻ പേടിക്കുന്നത്? അതിൽ പേടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അനിൽജി ഉണ്ട്. SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലയായതുകൊണ്ട് ഈ വീണ വിജയന്റെ 10 വർഷ കാലഘട്ടത്തിലെ അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇതിന് ഭയക്കുന്നുണ്ട്. നമ്മൾ കേട്ടത് ഒരു കരിമണൽ ഗർത്തയിൽ നിന്ന് 1,72,00,000 ആണെങ്കിൽ ആയിരക്കണക്കിന് കരിമണൽ കർത്തമാർ ഈ കേരളത്തിലുണ്ട്. ഇപ്പം ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇവരുടെ ഈ ഫ്രോഡ് സംവിധാനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ കാനഡയിലേക്ക് പോലും കമ്പനി നോക്കൂ, ഇന്ത്യ വിട്ട് കാനഡയിലേക്ക് ചേക്കേറുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഇന്റർനാഷണൽ ഫ്രോഡ് കുടുംബം, നമ്മൾ സാധാരണ കേരള ഫ്രോഡ് കുടുംബം എന്ന് കേട്ടിരുന്നത്, ഇത് ഇന്ത്യ ഫ്രോഡ് കുടുംബമല്ല, ഇന്റർനാഷണൽ ഫ്രോഡ് കുടുംബം. അവരുടെ ഈ അഴിമതി നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്, ചില സിനിമയിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില തട്ടിപ്പ് നടത്തിയിട്ട് ജഗതിയൊക്കെ ഇങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ചേക്കേറിക്കൊണ്ട്, അതായിരിക്കും ആ സിനിമയുടെ ക്ലൈമാക്സോ അല്ലെങ്കിൽ അവസാനത്തെ ഒരു വാചകമൊക്കെ. അതുപോലെ ഇപ്പോൾ കാനഡയിൽ പോലും ഇന്റർനാഷണൽ ഫ്രോഡ് കുടുംബം എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് SFIയുടെ അന്വേഷണം കാനഡയുമായി ബന്ധപ്പെട്ട കമ്പനിയിലേക്ക് എത്തും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഭാര്യയുടെ 25 ലക്ഷം രൂപയുടെ പെൻഷൻ തുക കൊണ്ടാണല്ലോ ഇദ്ദേഹം കമ്പനി തുടങ്ങിയെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് കമലയിലേക്കും അന്വേഷണം എത്തും. ഇനി AKG സെന്ററിലേക്കും അന്വേഷണം എത്തും. കാരണം നമുക്കറിയാം എക്സാലോജിക്കിന്റെ ആദ്യത്തെ അഡ്രസ് എന്ന് പറയുന്നത് ഈ AKG സെന്ററാണ്. അത് പിന്നീട് AKG സെന്ററിലേക്ക് ആദ്യമായിട്ട് ഇൻകം ടാക്സ് ലെറ്റർ അയച്ച സമയത്താണ് ഇത് തിരുത്തുന്നത്, AKG സെന്ററിന്റെ അഡ്രസ്സ് തിരുത്തുന്നത്. ഈ AKG സെന്ററിന്റെ അഡ്രസ്സ് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് അഫയേഴ്സും മന്ത്രാലയം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയാത്തത് കൊണ്ട് അതിന്റെ പേരിൽ 1 ലക്ഷം രൂപ ഈ പിഴ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് വീണ വിജയൻ. നമ്മൾ മനസ്സിലാക്കണം, 2021 മുതൽ കാനഡയിലുമൊക്കെ കമ്പനികൾ തുടങ്ങാൻ, കോടികൾ മുടക്കി കമ്പനികൾ തുടങ്ങാൻ പിണറായി വിജയൻ ടാറ്റയുടെയോ അല്ലെങ്കിൽ ബിർളയുടെയോ കുടുംബത്തിലൊന്നും ജനിച്ച ആളല്ലല്ലോ. പിണറായി വിജയന് എവിടുന്നാ പണം? പിണറായി വിജയൻ സാമൂഹ്യ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരാളല്ലേ. അദ്ദേഹത്തിന് എവിടെയാ? മകനെ വിദേശത്തേക്ക് അയച്ച് പഠിപ്പിക്കുന്നു, മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കുന്നു. ഇപ്പോഴിതാ മകളിതാ ഏറ്റവും ഒടുവിൽ കാനഡയിൽ സ്ഥാപനം തുടങ്ങുന്നു. ഇതിനൊക്കെ എവിടുന്നാണ് പണം? പണം എവിടെ നിന്നാണെന്ന് പറയേണ്ടതല്ലേ. എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കട്ടെ എന്ന പതിവ് ചില വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് രക്ഷപ്പെടാം എന്നാണ് പിണറായി വിജയനും കുടുംബവും അങ്ങനെയാണ് കരുതുന്നത്.